ഹലോ, ശ്രീനിധി ബൊട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു ലൈനിങ് ബ്ലൗസിന്റെ കട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന തുണി. ഇത് സാരിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന തുണിയാണ്. സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കൈയുടെ ഡിസൈന് ഈ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റണം. ഇത് 9 ഇഞ്ച് കൈനീളമാണ് നമുക്ക് ഈ ബ്ലൗസിന് കിട്ടേണ്ടത്. അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്ത് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുത്ത് നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റണം. കൈനീളം കൂടുതൽ വേണ്ടുന്ന ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 2 സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബ്ലൗസിന്റെ ബാക്ക് പീസിനെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. നമ്മൾ ഈ തുണിയെ നല്ല ലെവലായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കണം. മടക്ക് വശം നമ്മുടെ സൈഡിലും മടക്കില്ലാത്ത വശം ഈ സൈഡിലുമാണ് വരേണ്ടത്. 40 ഇഞ്ച് ഫിറ്റ് വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. 40 ഇഞ്ച് ഫിറ്റ് വണ്ണം വേണ്ടുന്ന ഒരാൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് 44 ഇഞ്ച് കൂടെ കൂട്ടി 44 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പം ബാക്ക് പീസ് മാത്രമാകുമ്പോൾ നമുക്കത് പകുതിയാണ് എടുക്കേണ്ടത്. അപ്പം 44ന്റെ പകുതി 22 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ തുണിയെ ബാക്ക് ഫ്രണ്ട് ആകുമ്പം 4ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1/4 ഭാഗമാണ് മടക്കിയിട്ടതിന് ശേഷം കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് ലൈനിങ് തുണിയെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിപ്പോ എടുത്തിരിക്കുന്നത് 44ന്റെ 4/1 11 ഇഞ്ച്. അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ കൂടുതലിട്ട് 12.5 ഇഞ്ചാണ് മൊത്തത്തില് മടക്കിയിട്ട് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് കൂടുതൽ ഇടുന്നത്. അങ്ങനെ 12.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ 12.5 ഇഞ്ചിൽ തന്നെ നമ്മുടെ ലൈനിങ് തുണിയെയും അതിന് മുകളിലായി മടക്കിയിട്ട് കൊടുക്കണം. ഇത്തിരി തുണിയൊക്കെ തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പിൻ കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. 12.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ലൈനിങ് തുണിയെ ഇതിന് മുകളിലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ താഴ്ഭാഗം ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് 15 ഇഞ്ച് ലെങ്ത് ആണ് ഈ ബ്ലൗസിന് കിട്ടേണ്ടത്. അതിന്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടി 15.75 മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു 3.5 ഇഞ്ച് ഷോൾഡർ, അങ്ങനെ മൊത്തത്തില്
5.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നെക്ക് വിട്ട്, അതിനുശേഷം 3.5 ഇഞ്ച് ഷോൾഡർ. ഇനി നമുക്കൊരു 5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും താഴേക്ക് 5 ഇഞ്ച്. ഇനിയൊന്ന് നമുക്ക് വരച്ചിട്ട് കൊടുക്കാം. ഇനി ഈ കൈക്കുഴിയുടെ ഈ കോർണറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് ഇങ്ങനെ കർവ് ഷേപ്പില് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിവിടെ ചെസ്റ്റിന് കിട്ടേണ്ട വണ്ണമെന്ന് പറയുന്നത് 40 പ്ലസ് 4 ഇഞ്ച് കൂടുതൽ, അങ്ങനെ 44. അതിനെ 4 ഡിവൈഡ് ചെയ്ത് 11 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ആ 11 ഇഞ്ചിനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേസ്റ്റിന്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വേസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. 37ന് നമ്മൾ കൂട്ടിക്കൊടുക്കണ്ട, വേസ്റ്റിന്റെ അളവ് അതേ അളവ് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. 37 ഡിവൈഡ് ബൈ 4. ഒരു 9.25 ഇഞ്ചാണ് നമുക്ക് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 9.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും വീണ്ടും ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്കിതിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത് വേണ്ടത് 8 ഇഞ്ചാണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മുകളിൽ 2 ഇഞ്ചാണ് എടുത്തത്. ഒരു 2.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ 2 ഇഞ്ച് തന്നെ താഴെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് വൈഡ് കിട്ടുകയില്ല. അതുകൊണ്ടാണ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഈ ഒരു ഷേപ്പില് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്തെടുക്കാം. അത് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് എന്തിനാണെന്നാൽ നമുക്ക് സാരിയിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന തുണിയാകുമ്പോൾ ഒരു 70-80 സെന്റിമീറ്റർ ഒക്കെ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് തുണി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് തുണി നമുക്ക് ഈ രീതിയിൽ ഇട്ട് കൊടുക്കാമെങ്കിൽ ലാഭിക്കാൻ പറ്റും. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്ക് പീസിന്റെ അതേ ഇതിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴി, ഷോൾഡർ ഇതെല്ലാം നമ്മൾ ബാക്ക് പീസിന്റെ അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ എത്ര നെക്ക് വേണോ വേണ്ടിയത് അത്രയും മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ 6.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ വരെ നമ്മൾ ഫ്രണ്ട് സൈഡ് ഇതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പീസിന് എപ്പോഴും നമുക്ക് ഒരു 1/4 ഇഞ്ച് കൂടുതൽ കിടക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ടക്കിട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പീസിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്കിനെ നല്ലതുപോലെ റൗണ്ടില് ഇതേ രീതിയിൽ നമ്മൾ
വരച്ചു കൊടുക്കണം. ഇനി നമ്മളിവിടെ കട്ടിംഗ് ബ്ലൗസ് ആണ് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ടിങ്ങിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് നമ്മുടെ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ 3.5 ഇഞ്ച് തന്നെ നമ്മൾ ഈ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെന്ററിലായിട്ട് ഒരു 2.5-2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കതിനെ ഈ രീതിയിൽ ഒരു ബോട്ടിന്റെ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് കട്ടിങ് കിട്ടുന്നത്. നമുക്കിതിനെ വെട്ടി മാറ്റാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ലൈനിങ് പീസും നമ്മുടെ മെയിൻ പീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചുരിദാറും മറ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ പ്രയാസമാണ് ബ്ലൗസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം ബ്ലൗസ് കട്ട് ചെയ്യാൻ. നമുക്ക് ഈ കട്ടിങ്ങിന് വെട്ടിയിരിക്കുന്ന അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കട്ടിങ്ങും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ടിങ് നമുക്ക് ഇത്രയും നീളത്തിൽ വേണ്ടി വരത്തില്ല. കാരണം നമ്മളിവിടെ ഡാറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെന്ന അളവ് മതി. അത് നമുക്ക് അതിനുശേഷം ഇതിനെ ബാലൻസ് ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. ചാനലില് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കയറി കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കൈക്കുള്ള ലൈനിങ്ങിനെ കട്ട് ചെയ്തെടുക്കാം. 10 ഇഞ്ചാണ്. 9 ഇഞ്ച് കൈ ലെങ്ത് വേണം. അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്ത് 10 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നീട് കൈ ഷേപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ലൈനിങ് പീസിൽ നിന്നും ഒരു 2.5 ഇഞ്ച് വീതിയുള്ള തുണിയെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അത് നമുക്ക് ബാക്ക് പീസിന് പടി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ബ്ലൗസിന് നമുക്കൊരു കട്ടിംഗ് ബ്ലൗസിന് എന്ന് പറയുമ്പോൾ നമുക്ക് 8 പീസുകളാണ് വേണ്ടുന്നത്. ഒരുമാതിരി എല്ലാവർക്കും തന്നെ അത് അറിയാമായിരിക്കും. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് അത് അറിയാതുള്ളത്. അതിലൊന്നാണ് ബാക്ക് പടി. അപ്പം ഇതുപോലൊരു ബാക്ക് പടിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു പടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹുക്കിന് നമുക്ക് അയി വരിയുന്നതിന് വേണ്ടിയിട്ടും ഒരു പടി ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഹുക്കിന് വെച്ച് കൊടുക്കാൻ 2ആയിട്ട് മടക്കി വെച്ച് കൊടുക്കണം. അതിന് 2 ഇഞ്ചിലുള്ള ഒരു പടിയാണ് നമുക്ക് വേണ്ടുന്നത്. അതിനൊരു ഉദ്ദേശം ഒരു അളവില് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നീട് നമുക്കതിനെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കൈ വരിയുന്നതിന് വേണ്ടി നമുക്കൊരു 3 ഇഞ്ച് വീതിയുള്ളൊരു പടിയെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം.
ഇത് നമുക്ക് ഹുക്ക് പടിക്കുള്ളത്, അതുപോലെ തന്നെ ഇത് നമുക്ക് അയപ്പടിക്കുള്ളത് വേണം. 1 മീറ്റർ തുണിയൊക്കെ ആണെങ്കിൽ ലൈനിങ് തുണിയൊക്കെ വളരെ കുറച്ച് തുണി മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എവിടെ നിന്നെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് തുണി കിട്ടുകയില്ല. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈനിങ്ങിൽ നിന്ന് ഇത്രയും തുണി മാത്രമാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഇതിൽ നിന്ന് വേണം നമ്മൾ ക്രോസ് കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തുണിയും, അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴിക്ക് വെച്ച് കൊടുക്കാൻ കുറച്ച് തുണി വേണം. അതിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്കൊരു 1 ഇഞ്ചുള്ള വീതിയുള്ള ഒരു തുണി 3-4 പീസിനെ നമുക്ക് ക്രോസ് പീസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്കെയിലും കൊണ്ട് വരച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതേ രീതിയിൽ ഈ 1 ഇഞ്ചിന്റെ ഒരു 4-5 പീസ് നമുക്ക് വേണമെന്ന് എത്രയും വേണോ അത്രയും നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് സ്ലീവിനെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ 10 ഇഞ്ചിൽ നമ്മളിവിടെ ഈ ലൈനിങ് തുണിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് വരെ നമുക്ക് ഇതേ ഇതിൽ തന്നെ പോരാം. അതിനുശേഷം ചരിച്ചാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഈ 10 ഇഞ്ചിൽ നിന്ന് ഇവിടെ നിങ്ങോട്ട് നമുക്കൊരു 3 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്താം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഇതിനെ നമുക്ക് താഴേക്ക് ചരിച്ച് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റുമായിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴിയെ മാർക്ക് ചെയ്ത് വെട്ടുന്നത്. ഞാൻ 8 പീസ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അതാണിത് 1. ഇത് ഫ്രണ്ട് പീസ് 2. നമ്മൾ കട്ടിങ് വെട്ടി ചെയ്തിരുന്ന ഇത് 3. അതുപോലെ തന്നെ സ്ലീവ് ഇതൊന്ന് 4. ഇത് നമ്മൾ ബാക്ക് പടിക്ക് വേണ്ടിയിട്ട് എടുത്തത് 5. ഇത് ഹുക്ക് പടിക്ക് വേണ്ടിയിട്ടുള്ളത് 6. ഇത് അയപ്പടിക്ക് വേണ്ടിയിട്ടുള്ളത് 7. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ക്രോസ് വെട്ടിയെടുത്തതാണിത്. ഇങ്ങനെയാണ് നമുക്ക് 8 പീസ് വേണ്ടുന്നത്. അപ്പൊ 8 പീസ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മുടെ കട്ടിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ടുമായിട്ട് ഞാൻ അധികം വൈകാതെ തന്നെ വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യം ഷെയർ ചെയ്യുന്നതൊന്നും ആരും മറക്കരുത്. താങ്ക് യു.